Hello guys, Cyberoli here. എല്ലാവർക്കും നമസ്കാരം നമസ്കാരമാണെന്ന് അറിയത്തില്ല എന്താണേലും ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഇൻ പൈതൺ എന്ന എൻ്റെ കോഴ്സിലെ 4th വീഡിയോ ആണിത്. സോ നിങ്ങൾ ആദ്യത്തെ 3 വീഡിയോയും കണ്ടില്ലെന്ന് എനിക്കറിയാം, കാരണം അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സാരമില്ല, എന്തുവാണേലും ഈ പുല്ല് ഇത് എത്ര വീഡിയോ ഉണ്ട് അതിൻ്റെ ഫുള്ള് കോഴ്സ് ഞാൻ തീർത്തിട്ടേ ഇറങ്ങത്തുള്ളൂ. അതാര് കണ്ടാലും കണ്ടില്ലല്ലോ. ഓക്കെ, സോ നമുക്കിന്ന് റിക്കേഷനെ കുറിച്ചാണ് പറയാം. റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പം ഇന്ന് നമ്മൾ എന്താണ് റിക്കേഷൻ, എന്തിനാണ് റിക്കേഷൻ എന്ന് ജസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഫുള്ളായിരിക്കും. അത് വളരെ മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് പറയാം. റിക്കേഷൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ കോളിങ് ഇറ്റ് സെൽഫ് എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഈസ് റിക്കേഷൻ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എ വേ ഓഫ് സോൾവിങ് എ പ്രോബ്ലം ബൈ ഹാവിങ് എ ഫങ്ഷൻ കോളിങ് ഇറ്റ് സെൽഫ്. ഒരു പ്രോഗ്രാമിംഗ് അല്ല, ഒരു പ്രോഗ്രാം വേണ്ടത് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിരിക്കും. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. സോ ആ പ്രോബ്ലം സോൾവിങ് ഒരു റിക്കേഴ്സീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് വെച്ചാൽ അതിനെ തന്നെ വിളിക്കുന്ന ഒരു ഫംഗ്ഷൻ വെച്ച് ചെയ്യുന്നതിനാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. സോ നമ്മളതിൻ്റെ ചെയ്യുന്ന ഒരു സെയിം ഓപ്പറേഷൻ തന്നെ ആയിരിക്കും. അത് പല വട്ടം ഇങ്ങനെ ട്രൈ ചെയ്യും. ഒരു സെയിം ആ ചെയ്യുന്ന പണി തന്നെ വീണ്ടും ചെയ്ത് അത് എന്താ പറയുക, നമുക്ക് റിസൾട്ട് കിട്ടുന്ന വരെ ചെയ്യും. പക്ഷേ ഓരോ വട്ടം ആ ഓപ്പറേഷൻ ചെയ്യുന്നതും അത് ഡിഫറെൻറ്റ് ഇൻപുട്ട് ആയിരിക്കും. സ്മോളർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കറക്റ്റ് ലാംഗ്വേജ്, അതായിരിക്കും സ്മോളർ ഇൻപുട്ട് ആയിരിക്കും. സോ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലത്തെ സ്മോളർ ആക്കി കൊണ്ടുവന്ന് നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുക. അതാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ റിക്കേർഷനകത്തുള്ള വേറൊരു കാര്യം, ഒരു ബേസ് കണ്ടീഷൻ എപ്പോഴും റിക്കേഴ്സീവ് ഫങ്ഷൻസിൽ റിക്കേർഷൻ എപ്പോൾ യൂസ് ചെയ്താലും ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടും. ഇല്ലെങ്കിൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഇൻഫിനിറ്റ് ലൂപ്പ് വരും. സോ അതാണ് റിക്കേർഷൻ. നിങ്ങളിപ്പം ഇത് എന്ത് സ്റ്റുഡൻ്റ് ആയിരിക്കും എനിക്കറിയത്തില്ല, ചിലപ്പം ഡിഗ്രിക്ക് പഠിക്കുക അല്ലെങ്കിൽ പ്ലസ് ടു ആയിരിക്കും, എന്ത് കോപ്പാണെങ്കിലും റിക്കേർഷൻ യൂണിവേഴ്സിറ്റി എവിടെ ചെന്നാലും ഇതാണ് സംഭവം. ഇതിന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കും കിട്ടും. ഇതേപോലെ എഴുതിയാൽ മതി, വായിച്ച് നോക്കുന്നവരാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് കാണാം. റിക്കേർഷൻ്റെ ജസ്റ്റ് ഇപ്പം പറഞ്ഞത് വെച്ചൊരു എക്സാമ്പിളാണ്. ഇത് ഒരു റഷ്യൻ ഡോൾ എന്ന് പറയും. ഫേമസ് ആണ് റഷ്യൻ ഡോൾ എന്ന് അടിച്ചു കൊടുക്കാനുള്ള ഒരു ടൈപ്പ് ടോയ് എന്ന് വെച്ചാൽ ഇത് വലിയൊരു ഡോളായിരിക്കും. അപ്പം ഇതിൻ്റെ മേളിലെ ക്യാപ്പ് ഇട്ടൊരു കോപ്പുണ്ട്. ഇതങ്ങ് തുറക്കുമ്പം അതിനേക്കാളും ചെറിയ സൈസിലൊരു ഡോൾ വരും. അങ്ങനെ ഇങ്ങനെ പടപടാ ഡോൾ ഇങ്ങനെ അവസാനം ഒരു കുഞ്ഞു ഡോൾ വരും. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. സോ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് റിക്കേർഷൻ പറയാം. അപ്പം നമുക്ക് എല്ലാ ഡോൾസും തുറന്ന് കഴിഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് വേണ്ടത്, എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന ഒരു നമ്പർ കൊടുത്തിരിക്കുന്നവയായിരിക്കും. ഇപ്പം ഇത് ഏറ്റവും വലിയ നമ്പർ, ഇപ്പോൾ $50 ഉണ്ട്, ഇത് 50, അങ്ങനെ ഉണ്ടെന്ന് വെക്കുക, അല്ല എന്താണെങ്കിലും വെച്ചോ. സോ നമ്മൾ ഒരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ്റെ പേര് ശ്രദ്ധിക്കണം. ആ പേര് എപ്പോഴും, കാരണം നമ്മൾ ആ റിക്കേഴ്സീവ് കോൾ ചെയ്യുന്നത് ആ പേര് വെച്ചിട്ടാണ്. ഇപ്പം പൈതൺ ബേസ് ചെയ്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് പൈതണിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ DF ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ C++ ഒക്കെ പഠിച്ചു നോക്കും, ഈ കർലി വരെ ബ്രേസസ് ഉണ്ടല്ലോ, അത് വെച്ചല്ല. ഈ പൈതണിൽ നമ്മൾ ജസ്റ്റ് സ്പേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡൻറ്റേഷൻ എന്ന് പറയും. സോ ഓപ്പൺ ഡോൾ എന്നൊരു ഫംഗ്ഷൻ DF ഡിഫൈൻ ഫംഗ്ഷൻ, ഓപ്പൺ ഡോൾ, അതിൻ്റെ പാരാമീറ്റർ ആയിട്ട് ഡോൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സോ അത് എന്ത് വേണമെങ്കിലും N എന്ന് കൊടുക്കാം, D എന്ന് കൊടുക്കാം, പാരാമീറ്റർ ഡോൾ എന്ന് സെറ്റ് ചെയ്യുന്നു. സോ അതാണ് ആ ഇതിലേക്കായിരിക്കും ഇത് ഡോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ സെറ്റ് ചെയ്ത് വിടുന്നു. സോ അതിലേക്ക് വന്നു. ഈ ഡോൾ കൊടുത്ത പാരാമീറ്റർ എന്ന് വെച്ചാൽ അത് എത്രാമത്തെ നമ്പർ ഡോളാണ്, ഇപ്പോൾ 50th നമ്പർ ആണല്ലോ, അത് ഈ ഡോളിൽ 50 എന്ന് എഴുതിക്കൊണ്ടെന്ന് വിചാരിക്കുക. സോ ഇത് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഡോൾ. അപ്പം ഇതാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എങ്ങനെയാണ്, ഇത് 1ാമത്തെ ഡോളാണ് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എല്ലാ ഡോറും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് 50th ഡോൾ, അല്ലെങ്കിൽ ഇത് 4 എണ്ണമല്ലോ, 4 വെച്ചങ്ങ് പറയാം. ഇത് 4th ഡോളാണ്, ഇത് 4 ഡോളാണ്. അപ്പം 4ാമത്തെ ഡോളാണ് അല്ല. അപ്പം എൽസിലേക്ക് വരും. എൽസ് എന്താ വീണ്ടും പറയുന്നത്, ഓപ്പൺ ഡോൾ -1. അപ്പം 4 എന്നുള്ളത് എന്തായി, 3 ഡോൾ എന്നുള്ള വരായിട്ട് 4 ആയിരുന്നു, അതിപ്പം ഇതായി. ഓക്കെ, 3 ആയി. അങ്ങനെ കുറഞ്ഞ് ഡോൾ 1 ആകുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും, ഡോൾസ് ആർ ഓപ്പൺ. ഇതാണ് ബേസിക് പ്രോഗ്രാം. ഇതാണ് അത്. ആക്ച്വലി ഇത് വലിയ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എടുക്കുമ്പോൾ ഒരുമാതിരി
കിളി പോകുന്ന അവസ്ഥയാവും റിക്കേഷൻ. ആദ്യം കുഞ്ഞു പ്രോഗ്രാം റിക്കേഷനിൽ ചെയ്ത് ഒരു ഇത് വന്നിട്ട് നമ്മൾ അങ്ങനെ നോക്കാം. ആദ്യം കുഞ്ഞു സാധനം. അപ്പോൾ ഇതിപ്പോൾ റിക്കേഷൻ എന്താണെന്നും റിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നമ്മൾ റിക്കേഷൻ ആദ്യകാലമായിട്ട് കുറച്ചും കൂടെ ഉണ്ട്, നമുക്ക് കുറച്ച് പ്രോഗ്രാംസും അത് ചെയ്ത് എടുക്കാം. സോ നെക്സ്റ്റ്, വൈ റിക്കേഷൻ? റിക്കേഷൻ എന്തിനു വേണ്ടിയാണ്? സോ മെയിൻലി ഒരു പ്രോഗ്രാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് റിക്കേഷൻ. അതെന്ന് വെച്ചാൽ വലിയ പ്രോബ്ലംസിനെ ചെറിയതായി നമ്മൾ ഡിവൈഡ്. ഇപ്പം ഈ റഷ്യൻ ഡോളറുടെ കേസ് പറഞ്ഞല്ലോ, അത് വലിയ ഇതിനെ കൊണ്ടുവന്ന് ചെറുതാക്കി കൊണ്ടുവന്ന് അവസാന സൊല്യൂഷൻ കിട്ടുക. സോ റിക്കേഷൻ എപ്പോൾ യൂസ് ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രോബ്ലത്തെ സിമിലർ ആയിട്ടുള്ള സബ് പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് റിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. എല്ലാ സാഹചര്യത്തിലും നമുക്ക് റിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് റിക്കേഷൻ. പിന്നെ റിക്കേഷൻ ഒരുപാട് ഇതുണ്ട്, കാരണം മെമ്മറി, സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്, അത് പിന്നെ സംസാരിക്കാം. സോ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ അതിൽ ട്രീ, ഗ്രാഫ്സ്, അങ്ങനെ ഓരോ ആ ഡാറ്റ സ്ട്രക്ചറുകൾ ഈ റിക്കേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അൽഗോരിതത്തിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ടൈപ്പ് അൽഗോരിതം ഉണ്ട്, ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രേഡിയഡ്, എല്ലാം കാര്യം പറഞ്ഞു. സോ ആ ടൈപ്പ് അൽഗോരിതംസിലെല്ലാം ഈ റിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടമാനം യൂസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും റിക്കേഷൻ എന്താണെന്ന് നല്ലതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഈ കോഴ്സ് കഴിഞ്ഞാൽ വേറെ അടുത്ത ഏതെങ്കിലും ഒരു കോഴ്സ്, എന്തായാലും ഇനി കോഴ്സായിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കും. വ്യൂസും കോപ്പും നോക്കി നിന്നിട്ട് കാര്യമില്ല, ആരും കാണാൻ പോകുന്നു. പിന്നെ എപ്പോഴേലും ആരെങ്കിലും ഇന്ന ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കാണുമെന്നൊരു വിശ്വാസത്തോടെ ഇടുന്നു. ഓക്കെ, സോ ഗായ്സ്, ലവ് യു ആൾ, ബൈ.